ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 5 മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒരു സൂപ്പർ ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ബൗൾ നിറയെ ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 5 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇപ്പം നമ്മൾ വെള്ളമെല്ലാം നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് വെറും 1/4 ഗ്ലാസ് മാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്ന് വെറും 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലില്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വെള്ളം കൂടിപ്പോയി എന്ന് സംശയം തോന്നുകയാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ആർക്കും ഉഴുന്നിനൊന്നും ഒരു ക്ഷാമവും ഉണ്ടാവില്ല. റേഷൻ കടകളിൽ നിന്നും കിട്ടുന്ന കിറ്റിൽ ഇഷ്ടംപോലെ ഉഴുന്ന് കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും 5 മിനിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന്. ഇപ്പം നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് ഇതുപോലെ നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. ഓരോ സമയം എടുക്കുന്ന സമയത്തും കൈ ഒന്ന് നന്നായിട്ട് നനയ്ക്കുക, അതല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചു പോവും. 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈവനിങ് സ്നാക്സ് എല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒനിയൻ ചട്നിയും പുതിന ചട്നിയും അതുപോലെ തന്നെ കോക്കനട്ട് ചട്നിയും ഒക്കെ സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.